അടിസ്ഥാന ദൗത്യം എന്നെയും നിങ്ങളെയും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കപ്പെടുന്നത്. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ, ബന്ധനത്തിൽ ദൈവജനമുണ്ടെങ്കിൽ അവരെ വിടുവിപ്പാൻ, കുരുടരായിരിക്കുന്നവർക്ക് കാഴ്ചയായി മാറുവാൻ, അവരുടെ കണ്ണുകളായി മാറുവാൻ, പീഡിതരെ വിടുവിച്ചയപ്പാൻ ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ടിടപെടുന്നവരായി തീരുവാൻ, ക്രിസ്തുവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുന്നവരായിരിക്കാൻ, ക്രൂശിതനെ ഉദ്ധിതനെ സാക്ഷിക്കുക എന്നത് നമ്മുടെ ദൗത്യമായി നാം മനസ്സിലാക്കുമ്പോഴാണ് ഭയന്ന് വിറങ്ങലിച്ച് മരണം മുഖാമുഖം കണ്ട് ആ കുഞ്ഞിനെ മരണത്തിന് വിട്ടേച്ച് യേശുവിന്റെ അടുക്കൽ നീ ഒന്ന് വന്നാൽ, എൻ്റെ വീട്ടിൽ വന്നാൽ എൻ്റെ കുഞ്ഞിന് സൗഖ്യം വരുമെന്ന് കേഴുവാനാണ് വന്നത്, വരാമെന്ന് പറഞ്ഞതുമാണ്. പക്ഷേ ആളുകൾ ഓടി വന്നു, താമസിച്ചു പോയി. ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, മരണം സംഭവിച്ചു കഴിഞ്ഞു. തളർന്ന അവശനായി മരണവാർത്ത കേട്ട് ഞെട്ടി ഇരിക്കുന്ന ആ അപ്പനെ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കുക. യേശു കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഫിയർ നോട്ട്, ഓൺലി ബിലീവ്. കുഷ്ഠരോഗിയായ മനുഷ്യൻ, ആളുകൾ ആട്ടിപ്പായിച്ചവനാണ്. എങ്ങനെയോ യേശുവിന്റെ അടുക്കൽ അവനെത്തി. യേശുവിന്റെ അടുക്കലെത്തി കവിണ്ണു വീണുകൊണ്ടവൻ പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. യേശു പറഞ്ഞു, മനസ്സുണ്ട്, ശുദ്ധമാകാ. എന്താണ് സഭയുടെ ദൗത്യം? ആളുകൾ തള്ളിക്കളയുന്നവരെ, ദൂരത്താക്കുന്നവരെ ചേർത്തണച്ച ഈ ക്രിസ്തുവായി ജീവിക്കുക എന്നതാണ്, ക്രിസ്തുവിന്റെ സുവിശേഷമായി ജീവിക്കുക എന്നാണ്. നിന്നോടൊപ്പം നിൽപ്പാൻ, നിന്നെ സ്പർശിക്കാൻ, നിന്റെ സൗഖ്യത്തിന് പങ്കുകാരനായി തീരുവാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുവാൻ മനസ്സുള്ള, അവരെ സ്പർശിപ്പാൻ, മാറോടണയ്ക്കാൻ മനസ്സുള്ള ഒരു സഭ. 4 ദിവസം മുമ്പേ നീ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. മാർത്തയും മറിയയും ദുഃഖിതരായി യേശുവിനോട് വിലപിക്കുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പാപിനിയായ സ്ത്രീ കല്ലെറിഞ്ഞു കൊല്ലുവാനായി പിടിക്കപ്പെടുകയാണ്. ജനങ്ങളോടൊപ്പം കല്ലുകളും എടുത്ത് ആളുകൾ കൂടുകയാണ്. യേശു അവളോട് പറഞ്ഞു, പോകാ, ഇനി പാപം ചെയ്യരുത്. വിമോചനത്തിന്റെ നൂതന ആരംഭങ്ങളിലേക്ക് അയക്കുന്ന ശുശ്രൂഷ. കിടക്കുകയായിരുന്നു ജീവിതം മുഴുവൻ. തോളിൽ ചുമന്ന് 4 പേർ കൊണ്ടുവന്നു. എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്ക. യേശുവായി, യേശുവിന്റെ സാക്ഷ്യമായി, യേശുവിന്റെ സുവിശേഷമായി ജീവിക്കുന്ന ഞാനും നിങ്ങളും ഈ ചോദ്യം നന്നായി ഒന്ന് കേട്ടേ തീരൂ. നിന്റെ തൊഴിൽ എന്താണ്? നീ എന്നെ എന്തിനു വേണ്ടിയാണ് ദൈവം നിയോഗിച്ച് ആക്കി വെച്ചിരിക്കുന്നത്? ലോകത്തിൽ നിനക്ക് ശമ്പളം തരുന്ന ആരോ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തൊഴിലല്ല അതിനുത്തരമായി ഞാൻ ചോദിക്കുന്നത്. മറിച്ച് നിന്നെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം, ദൈവ പദ്ധതി. ലോകം ഇടയ്ക്കിടയ്ക്ക് നമ്മോട് ചോദ്യം ചോദിക്കുകയാണ്. സഹയാത്രികർ നമ്മോട് ചോദിക്കുകയാണ്, സഭയെ നിന്റെ ദൗത്യം എന്ത്? നിന്റെ തൊഴിൽ എന്ത്? പറയാൻ എളുപ്പം, ഞാൻ ദൈവത്തിൽ നിന്ന് ഒളിച്ചു വരികയാണ്. വഴിതെറ്റി പോയവനല്ല, മനഃപൂർവ്വം തെറ്റായ വഴിയിലൂടെ യാത്ര ചെയ്തവനാണ്. ഓർക്കുക, അറിയാതെ വഴിതെറ്റിപ്പോയവനല്ല ഞാൻ. ദൈവം എന്നെ വിളിച്ചത് വേറൊരു ദിശയിലേക്കാണെന്ന് എനിക്കറിയാമായിരുന്നു. എന്നിട്ടും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം വഴിതെറ്റി ഓടി വരുന്നവനാണ് ഞാൻ. ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുന്ന അവനോട് ചുറ്റുമുള്ളവർ ചോദിച്ചു, വേരുകൾ നീ മറക്കരുത്, നീ വന്ന വഴിയെ മറന്നു പോകരുത്. ഊടാടി സഞ്ചരിച്ച ഒരു അരാമ്യനായിരുന്നു എൻ്റെ പിതാവ് എന്ന് ഇസ്രായേൽ മക്കൾ ഒരിക്കലും പറയുവാൻ മടിച്ചില്ല. ഞങ്ങൾ അടിമദേശത്ത് വെറും അടിമകളായിരുന്നു എന്ന് പറയുവാൻ അവർ ഒരിക്കലും മടിച്ചില്ല. യഹോവയായ ദൈവം നീട്ടിയ ഭുജം കൊണ്ട് ഞങ്ങളെ വിടുവിച്ചു എന്ന് സാക്ഷിപ്പാൻ അവർ ഒരിക്കലും മറന്നില്ല. നീ എവിടെ നിന്ന് വരുന്നു? ചുറ്റുമുള്ളവർ നമ്മോട് ചോദിക്കുന്ന ചോദ്യം നാം കേട്ടേ തീരൂ. എൻ്റെയും നിങ്ങളുടെയും ജീവിതാവസ്ഥയുടെ പരിച്ഛേദനമാകാമിത്. ആ 3ാമത്തെ ചോദ്യം, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടെ നിന്ന് വരുന്നു? വേരുകൾ മറന്നു പോകുന്നവർ തിരിഞ്ഞു നോക്കുക. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ജീവിച്ചിരുന്ന കാലത്തെ ആ പ്രഭാത പ്രാർത്ഥനകളിൽ
കണ്ണിൽ നിന്ന് ഇറ്റിറ്റ് വീണ കണ്ണുനീരിന്റെ ആ ചിത്രം, അവരുടെ മുഴങ്കാലുകൾ ആ തറയിലുണ്ടാക്കിയ ആ പാടിന്റെ ആ ചിത്രം, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് മറന്നു പോകരുത്. അഞ്ചാമത്, ആ സഹയാത്രികർ യോനായോട് ഈ ചോദ്യം ചോദിച്ചു, നിന്റെ നാടേതാണ്? ഒരുപാട് പേർ ആ കപ്പലിലുണ്ട്. ആ കപ്പലിൽ പല ദേശക്കാരുണ്ട്. ദേശക്കാരുടെ മധ്യേ ഉയരുന്നതായിട്ടുള്ള ചോദ്യം എന്നോട് ചോദിച്ചാലോ, നിങ്ങളോട് ചോദിച്ചാലോ എന്താകും മറുപടി? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് ചോദിച്ചാലോ, നിന്റെ നാടേതാണ്? എന്താകും മറുപടി? മെഹ്മൂദ് ദാർവിഷ് ഒരു വരിയിൽ ഇങ്ങനെ എഴുതി, എൻ്റെ കടൽ തിരയെ കൊത്തി പറന്നു ഒരു കടൽ കാക്ക. എൻ്റെ കടൽ തിരയെ പോലും കൊത്തി പറന്നുപോയി ഒരു കടൽ കാക്ക. അക്കിത്തം നാം ഒക്കെ ഇഷ്ടപ്പെടുന്ന കവി പറഞ്ഞു, എൻ്റെ ഈ കൊമ്പൻ ആനകൾ, എൻ്റെ ഈ മഹാക്ഷേത്രവും മക്കളെ. എൻ്റെ ഈ കൊമ്പൻ ആനകൾ, എൻ്റെ ഈ മഹാക്ഷേത്രവും മക്കളെ.